ഐ ഹോൾ അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അച്ചീസ് വേൾഡ്. ഇന്ന് നമുക്ക് മീൻ പൊള്ളിക്കാട്ടാം. അതിനായിട്ട് നമ്മുടെ അടുത്തുള്ള തിലാപ്പിയ എന്ന് പറഞ്ഞിട്ടൊരു മീനാണ്. ഈ മീൻ രുചിയിൽ മാത്രമല്ല ആരോഗ്യത്തിനും നല്ലതാണ്. ധാരാളം വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ഒക്കെ അടങ്ങിയിട്ടുള്ളൊരു മീനാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ പൊള്ളിക്കണമെന്ന് നോക്കാം. എന്നും പറയുന്ന പോലെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം മീൻ പൊള്ളിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 തിലാപ്പിയ നന്നായിട്ട് കട്ട് ചെയ്ത് അതിൻ്റെ വേസ്റ്റൊക്കെ കളഞ്ഞ് വരഞ്ഞ് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇനി നമുക്ക് ഈ മീൻ കായം പരട്ടാനുള്ള മസാല റെഡിയാക്കാം. അതിനായിട്ട് ഞാൻ 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, 2 ടീസ്പൂണ് മല്ലിപ്പൊടി, 2 ടീസ്പൂണ് മുളകും പൊടി, 1 ടീസ്പൂണ് നല്ല ജീരകം പൊടിച്ചതാണ് ആഡ് ചെയ്യണം കേട്ടോ. ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യാം. 1.5 ടീസ്പൂൺ ഉപ്പാണ് ആഡ് ചെയ്യണം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ സുർക്ക 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. സുർക്കക്ക് പകരം ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ അത് പിഴിഞ്ഞിട്ട് ഒഴിച്ചാലും മതി കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലാണ് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ആഡ് ചെയ്യണം കേട്ടോ. മീൻമ തേക്കാനുള്ള മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരേ മീൻമേലും നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കാം കേട്ടോ. മസാല തേക്കുമ്പോൾ നന്നായിട്ട് മീനെ കവർ ചെയ്ത് മസാല തേക്കണം. ഉൾഭാഗത്തൊക്കെ നന്നായിട്ട് ഫില്ല് ചെയ്തിട്ട് തേക്കണം കേട്ടോ. അതിൻ്റെ തലയുടെ ഭാഗത്തൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കണം. എന്നെങ്കിലും നമുക്ക് പൊരിച്ചാൽ ആ മീനിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഞാൻ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ട്രൈ ആക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റിലൂടെ മെൻഷൻ ചെയ്യണം കേട്ടോ. അങ്ങനെ മീൻമ നന്നായിട്ട് മസാല ഒക്കെ പരട്ടി വെച്ചിട്ടുണ്ട്. ഇത് എന്നിട്ട് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ടൊരു പാൻ വെച്ച് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്കിതുപോലെ മീൻ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. മീനിൻ്റെ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മീൻ ഫ്രൈ ആകുമ്പോഴത്തേനും നമുക്ക് മീൻ പൊള്ളിക്കാനുള്ള തക്കാളി, സവോള, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. അതിനായിട്ടൊരു വലിയ സവോളയാണ് എടുത്തിട്ടുള്ളത്. അത് ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ടാവും, ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അതും ഇതുപോലെ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഞാനൊരു മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട്, അതും ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ ഒരു 2 വേപ്പിൻ്റെ ഇലയുണ്ട്, അതും നമുക്ക് ചെറുതാക്കി ചോപ്പ് ചെയ്ത് വെക്കാം കേട്ടോ. മീൻ്റെ 2 സൈഡും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എണ്ണയിൽ നിന്ന് ഇതും മാറ്റി വെക്കാം കേട്ടോ. മീൻ്റെ 2 സൈഡും നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ സെയിം എണ്ണയിൽ തന്നെ നമുക്ക് പൊള്ളിക്കാനുള്ള മസാല റെഡിയാക്കാം. അതിനായിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, സവോള, വേപ്പിൻ്റെ ഇല ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ പാനൊന്ന് മൂടി വെച്ചിട്ട് സവോള നന്നായിട്ട് വാട്ടിയെടുക്കാം. സവോള നന്നായി വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ആഡ് ചെയ്യാം. ഇനി നമുക്ക് തക്കാളിയൊക്കെ നന്നായിട്ട് വാട്ടിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യാം. ഉപ്പ് നോക്കിയിട്ട് ആഡ് ചെയ്യണം കേട്ടോ. നമ്മൾ ഓൾറെഡി ഫ്രൈ ആക്കിയ എണ്ണയിലാണ് ഈ മസാല ആക്കുന്നത്, അപ്പോൾ അതിൽ കുറച്ച് ഉപ്പ് ഉണ്ടാവും. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇതിൻ്റെ റോസ് സ്മെല്ല് പോണ വരെ ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ. മീൻ പൊള്ളിക്കാനുള്ള മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ മീൻ പൊള്ളിക്കാൻ വേണ്ടിയിട്ട് ഫോയിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങളതിൽ വായൻ്റെ ഇല ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. അപ്പോൾ ഫോയിൽ ഞാൻ സ്ക്വയറിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു സൈഡിൽ മസാല ഇട്ട് കൊടുക്കുക ആദ്യം. എന്നിട്ട് അതിൻ്റെ മേലെയാണ് മീൻ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ആ മീൻ വെച്ചതിന് ശേഷം അതിൻ്റെ മേലെ കുറച്ച് മസാല വെച്ച് കൊടുക്കുക. അങ്ങനെ മസാല ഇട്ട് നന്നായിട്ട് ഈ മീൻ കവർ ചെയ്തതിന് ശേഷം ഈ ഫോയിൽ നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. മീൻ ഈ ഫോയിൽ വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് പൊള്ളിക്കാൻ വെക്കാം. അതിനായിട്ട് ഒരു ഫ്രൈ പാൻ എടുത്തിട്ടുള്ളത്. പാൻ ചൂടായതിൻ്റെ ശേഷം നമുക്ക് ഈ കവർ ചെയ്ത മീൻ അതിൽ വെച്ചിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു സൈഡ് ഏകദേശം ആയാൽ മറ്റേ സൈഡും നമുക്ക് ഇതുപോലെ പൊള്ളിച്ചെടുക്കാം കേട്ടോ. 2 സൈഡും ഞാൻ നന്നായിട്ട് പൊള്ളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഒരു സ്മെല്ല് കിട്ടുന്നുണ്ട് കേട്ടോ ആ പൊള്ളിച്ചതിൻ്റെ. ഇതിന് മേലെ നമുക്ക് ചെറുനാരങ്ങയുടെ നീരൊഴിച്ച് കൊടുക്കാം. ഇങ്ങനെ മീൻ പൊള്ളിച്ചിട്ട് ചോറിന്, ചപ്പാത്തിക്ക്, പൊറോട്ടക്കൊക്കെ കഴിക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ. അസ്സലാമു അലൈക്കും. ടേക്ക് കെയർ. താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ.